ഗുഡ് മോർണിംഗ്. ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുടെ എത്രയാണ് ആ സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് പോയിന്റ്സ് ഫോർ ആ പോയിന്റ് കഴിഞ്ഞു. നെക്സ്റ്റ് അല്ലേ നമുക്ക് തുടങ്ങുന്നത്? ഐഡന്റിഫൈ. അവിടെ തുടങ്ങിയല്ലേ അല്ലേ? എവിടെ വരെയാ? അനുമോളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ നിർത്തിയത്? സെക്യൂരിറ്റിയുടെ തേർഡ് പോയിന്റ് മുതൽ. സെക്യൂരിറ്റിയുടെ തേർഡ് പോയിന്റ്, അതായത് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ അല്ലേ? സെക്യൂരിറ്റിയുടെ തേർഡ് പോയിന്റ്. ഓക്കെ മനസ്സിലായി. ഇതിന് മുന്നേ ഉള്ള അതല്ലേ ഇവിടെ? ഓക്കെ. ഹൗ ദ ഹോസ്പിറ്റൽ സഫേഴ്സ് ലോസ്, അതില് 3 പോയിന്റ് കഴിഞ്ഞായിരുന്നു അല്ലെ? അപ്പൊ ഒരു ഹോസ്പിറ്റലില് എങ്ങനെയൊക്കെ നമുക്ക് നഷ്ടം സംഭവിക്കാം? ഏതൊക്കെ രീതിയിലൂടെയാണ്? എംഫസൽമെന്റ് ഓർ പിൽഫറേജ്. അവിടെ ഒരു സ്ലാഷ് ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു കോമ ഇട്ടാലും മതി. അവിടെ എംഫസൽമെന്റ് എന്ന് വെച്ചാൽ എന്താ? തട്ടിപ്പ് അല്ലെങ്കിൽ പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണം. തട്ടിപ്പോ മോഷണോ വഴി ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. എംഫസൽമെന്റ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പ്, പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണം വഴിയോ അല്ലെങ്കിൽ തട്ടിപ്പ് വഴിയോ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. അടുത്ത് നോക്കിയേ, കിക്ക് ബാക്സ് ആൻഡ് കൊളൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ്. കിക്ക് ബാക്സ് കൈക്കൂലി അല്ലേ? കൈക്കൂലി, ഒത്തുകളി. കൊളൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒത്തുകളി വഴി അല്ലെങ്കിൽ കൈക്കൂലി മേടിക്കുന്ന അങ്ങനെ ആ രീതിയിലും ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. അടുത്തതാണ് മൂന്നാമത്തെ പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. പേഴ്സണൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വ്യക്തിഗത സ്വത്ത് മോഷണം. പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, വ്യക്തിഗത സ്വത്ത് മോഷണം. പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, അങ്ങനെയും ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. ഇനി നെക്സ്റ്റ് നോക്കി, നാലാമത്തെ പോയിന്റ് എന്താ? Payroll fraud and theft that include the fraud in punching the time clock. Payroll fraud എന്ന് പറഞ്ഞാൽ ശമ്പള തട്ടിപ്പ്. Payroll fraud, ശമ്പള തട്ടിപ്പ്. And theft that include, theft എന്ന് പറഞ്ഞാൽ മോഷണം അല്ലെ? ഏത് ഉൾപ്പെടുന്ന? That include the fraud in punching the time clock. അതായത് ടൈം ക്ലോക്കിലെ പഞ്ചിങ് ഉൾപ്പെടെ. അതായത് നമ്മൾ പഞ്ചിങ് ഒക്കെ നടത്തുന്നില്ലേ? അതായത് സ്റ്റാഫുകൾ കറക്റ്റ് സമയത്ത് എത്തുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് പഞ്ചിങ് വെച്ചേക്കുന്നത് അല്ലെ? അപ്പൊ അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങള് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ടൈം ക്ലോക്കിലെ പഞ്ചിങ് ചെയ്യുന്നതില് ഉള്ള തട്ടിപ്പ്, ആ രീതിയിലും എന്താണ് നമുക്ക് ഇപ്പൊ എന്താണ് അതിൽ വല്ല അഡ്ജസ്റ്റ്മെന്റോ കാര്യങ്ങളോ ചെയ്തു. നമ്മളിപ്പോ ഒരു എത്രയാ 8 o'clockനാണെങ്കിൽ നമ്മൾ 8:10 വന്നപ്പോ ഒരു 10 മിനിറ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലും എന്താ 10 മിനിറ്റ് നമ്മൾ വൈകിയാ കയറുന്നത്. അങ്ങനെ ആ രീതിയിലുള്ള എന്തെങ്കിലും തട്ടിപ്പുകളൊക്കെ കേട്ടോ. അങ്ങനെ എന്തെങ്കിലും തട്ടിപ്പുകൾ, ഫ്രോഡ് ഇൻ പഞ്ചിങ് ദ ടൈം ക്ലോക്ക്. അടുത്ത് നോക്കിയേ, ക്യാഷ് തെഫ്റ്റ് ദാറ്റ് ഇൻവോൾവ് ദ മെയിൻ കാഷ്യർ. ക്യാഷ് തെഫ്റ്റ്, ക്യാഷ് മോഷണം, പൈസ മോഷണം. ദാറ്റ് ഇൻവോൾവ് മെയിൻ കാഷ്യർ, മെയിൻ ആയിട്ടുള്ള ഹോസ്പിറ്റലിലെ മെയിൻ കാഷ്യർ. അതുപോലെ സബ്സിഡറി കാഷ്യർ, അവർക്കിടെ ജസ്റ്റ് അതിന്റെ സബ് ആയിട്ട് വരുന്നത്, കീഴിൽ വരുന്നത് സബ്സിഡറി കാഷ്യർ. കഫറ്റീരിയ കാഷ്യർ, കഫേയിലുള്ളത്, അങ്ങനെയുള്ള കാഷ്യർ. ഇവരൊക്കെ ഉൾപ്പെടുന്നവര് എന്താ അവര് കൂടി ചേർന്നിട്ടുള്ള പൈസയുടെ മോഷണങ്ങള്. കാഷ്യർ ആണല്ലോ പൈസയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഓരോ സെക്ഷനിലുള്ള മെയിൻ കാഷ്യർ, സബ്സിഡറി കാഷ്യർ, കഫറ്റീരിയ കാഷ്യർ എന്നിവരൊക്കെ ഉൾപ്പെടുന്ന പൈസ മോഷണം. Fraudulent practices in purchasing, receiving and storing. ഫ്രോഡുലന്റ് പ്രാക്ടീസസ്, വഞ്ചനാപരമായ രീതികൾ ഏതിലൊക്കെ? പർച്ചേസിങ്ങിന്. ഇപ്പൊ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ നമ്മൾ പർച്ചേസിങ്ങിൽ എന്തെങ്കിലും വഞ്ചനാപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാം. റിസീവിങ്, ഐറ്റംസ് റിസീവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫ്രോഡ് കാണിക്കാം. സ്റ്റോർ ചെയ്യുമ്പോഴും ഒക്കെ
എന്താണ് എന്തെങ്കിലും വഞ്ചനാപരമായിട്ടുള്ള രീതികൾ ചെയ്യുവാണെങ്കിൽ ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. അടുത്ത് നോക്കിയേ, ഫ്രോഡ് ഇൻ രജിസ്റ്റേഴ്സ്, രജിസ്റ്റർ, റെക്കോർഡ്സ് ആൻഡ് ബില്ലിംഗ്, കമ്പ്യൂട്ടർ ഫ്രോഡ് ഉൾപ്പെടെയുള്ള ബില്ലിങ്ങില്, റെക്കോർഡിങ്ങില്, രജിസ്റ്ററില് ഇതിനൊക്കെയുള്ള ഫ്രോഡുകൾ, എന്തെങ്കിലും തട്ടിപ്പോ കാര്യങ്ങളോ ഒക്കെ. രജിസ്റ്ററിൽ വല്ലതൊക്കെ നമുക്ക് എന്തെങ്കിലും തട്ടിപ്പുകള് അല്ലെങ്കിൽ കണക്കൊക്കെ എഴുതുന്നതിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിലൊക്കെ എന്തെങ്കിലും തട്ടിപ്പുകൾ കാണിക്കാം, റെക്കോർഡുകളില്, ബില്ലിങ്ങില്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഈ രീതിയിലെല്ലാം ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണെന്നുള്ള പോയിന്റ് നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. എംഫസൈൽമെന്റ്, തട്ടിപ്പ്, പിൽഫറേജ് എന്ന് പറഞ്ഞാൽ മോഷണം, അവിടെ കോമ വേണം കേട്ടോ. എംഫസൈൽമെന്റ്, കോമ, പിൽഫറേജ്. പിന്നെ എന്താണ്? കിക്ക് ബാക്ക്, കൈക്കൂലി, ഒത്തുകളി വഴി. വ്യക്തിഗത സ്വത്ത് മോഷണം, പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. പിന്നെ ശമ്പള തട്ടിപ്പ്, ഏതും കൂടി ഉൾപ്പെടുന്ന തെഫ്റ്റ്, ദാറ്റ് ഇൻക്ലൂഡ്, അല്ലെ? മോഷണം ഏത് ഉൾപ്പെടുന്ന? ഫ്രോഡ് ഇൻ പഞ്ചിങ് ദ ടൈം ക്ലോക്ക്, ടൈം ക്ലോക്കിലെ പഞ്ചിങ് ഉൾപ്പെടെയുള്ള ഫ്രോഡ്. പിന്നെ അടുത്തതാണ് ക്യാഷ് തെഫ്റ്റുകള്, ക്യാഷ് മോഷണം. ആരൊക്കെ? മെയിൻ കാഷ്യർ, സബ്സിഡറി കാഷ്യർ, കഫറ്റീരിയ കാഷ്യർ എന്നിവ ഉൾപ്പെടെയുള്ള പൈസ മോഷണങ്ങള്. പിന്നെ എന്താ? ഫ്രോഡുലന്റ് പ്രാക്ടീസ് ഇൻ പർച്ചേസിംഗ്, റിസീവിംഗ് ആൻഡ് സ്റ്റോറിംഗ്. ഇതിലൊക്കെ ഉള്ള വഞ്ചനാപരമായിട്ടുള്ള രീതികള്, രജിസ്റ്ററില്, റെക്കോർഡുകള്, പിന്നെ അതുപോലെ ബില്ലിങ്ങില്, കമ്പ്യൂട്ടർ ഫ്രോഡ് ഉൾപ്പെടെയുള്ള ഫ്രോഡുകള്. ഓക്കെ, ഈ രീതിയിലെല്ലാം ഹോസ്പിറ്റലിന് നഷ്ടം സംഭവിക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ. ഫിസിക്കൽ സെക്യൂരിറ്റി, ശാരീരികമായിട്ടുള്ള സുരക്ഷ. അവിടുത്തെ എന്താ പറയാ, മെത്തേഡ്, ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡുകളാണ്. മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, ഫിസിക്കൽ സെക്യൂരിറ്റി. നോക്കിയേ, ഫസ്റ്റ് പോയിന്റിൽ ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നേക്കുന്നതാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഒന്നാമത്തെ സെക്യൂരിറ്റിയുടെ പറഞ്ഞേക്കുന്നത്? പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ എഗൻസ്റ്റ് ഇൻട്രക്ഷൻ. ഇൻട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കയറുക, അല്ലെങ്കിൽ എന്താണ് നുഴഞ്ഞു കയറുക എന്നുള്ളതാട്ടോ. INTRUSION. ഇൻട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കടക്കുക അല്ലെങ്കിൽ നുഴഞ്ഞു കയറുക. പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ എഗൻസ്റ്റ് ഇൻട്രക്ഷൻ ഫ്രം ഔട്ട്സൈഡ് ആൻഡ്, പുറമേ നിന്നുള്ള നുഴഞ്ഞു കയറ്റത്തിൽ നിന്ന്. ആൻഡ് ഇല്ലീഗൽ മൂവ്മെന്റ്സ് ഓഫ് ഗുഡ്സ് ഫ്രം വിത്തിൻ, ഉള്ളിൽ നിന്നുള്ള നമ്മുടെ സാധനങ്ങളുടെയൊക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള നീക്കങ്ങൾ, പുറത്തു നിന്നുള്ള ഒരു നിർദ്ദേശങ്ങളിൽ നിന്നും നമ്മൾ അകത്തു നിന്നുള്ള അനധികൃതമായിട്ടുള്ള ഒരു ചരക്ക് നീക്കത്തിൽ നിന്നും ഒക്കെ ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. പുറത്തു നിന്നുള്ള നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ അതിക്രമിച്ച് കയറുന്നത്, അതിൽ നിന്നും ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ സാധനങ്ങളുടെയൊക്കെ മൂവ്മെന്റ്സ്, ഗുഡ്സിന്റെയൊക്കെ അനധികൃതമായിട്ടുള്ള നമ്മുടെ ചരക്ക് നീക്കത്തിൽ നിന്നൊക്കെ, ഇല്ലീഗൽ ആയിട്ടുള്ള ഗുഡ്സിന്റെ മൂവ്മെന്റ്സ്, അതിൽ നിന്നൊക്കെ എന്താണ് ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഇനി അതിനകത്ത് വരുന്നതാണ് കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക്. ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ്, ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുക. 2 പോയിന്റ് ഇതാണ് പറഞ്ഞേക്കുന്നത്. ഈ ഫിസിക്കൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ എന്താ? ഒന്നാമത്തെ എന്താ? ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഏതിൽ നിന്ന്? പുറമേ നിന്നുള്ള അതിക്രമിച്ച് കയറുന്നത്, അതിക്രമിച്ച് കയറ്റുക അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റത്തിൽ നിന്ന് അതിനെതിരെ ഹോസ്പിറ്റലിനെ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചരക്കുകളുടെയൊക്കെ, ഗുഡ്സ്, സാധനങ്ങളുടെയൊക്കെ ഇല്ലീഗൽ മൂവ്മെന്റ്സ്, ഉള്ളിൽ നിന്നുള്ള സാധനങ്ങളുടെയൊക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള നീക്കത്തിൽ നിന്നും ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റില് ഹ്യൂമൻ ട്രാഫിക്, ഡ്രൈവർമാരെ, കോൺട്രാക്ടർമാര്, വെൻഡേഴ്സ് എന്ന് വെച്ചാൽ കച്ചവടക്കാര്, വസ്തു ഉടമ അല്ലെങ്കിൽ കച്ചവടക്കാര്, ഇവരിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക? ഹോസ്പിറ്റലിനെ കൺട്രോൾ ചെയ്യുക. അതിനകത്ത് ഈ ഒരു ഇതൊന്നും നോട്ട് ചെയ്ത് വെച്ചേക്കാം നിങ്ങള്. അപ്പൊ ആ മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോളിന്റെ ഭാഗമായിട്ട് നമ്മൾ സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് 4 ആർക്കൊക്കെ പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ്സ് കൊടുക്കുന്നുണ്ട്. എന്തിന്റെ ഭാഗമായിട്ടാ? മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ.
മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോളിന്റെ ഭാഗമായിട്ട് സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് പോയിന്റ്സ് ആർക്കൊക്കെ വേണ്ടി? ഫോർ സ്റ്റാഫിന് പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ്സ് കൊടുക്കാം. അപ്പൊ സ്റ്റാഫ് മാത്രം അതിലേക്കൂടെ പ്രവേശിക്കുക. അപ്പൊ മറ്റുള്ള ആളുകളൊക്കെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുന്നതും ഒക്കെ നമുക്ക് തടയാൻ പറ്റും. സ്റ്റാഫിനാണെങ്കിൽ കറക്റ്റ് യൂണിഫോം ഉണ്ട്, ID കാർഡ് ഉണ്ട്, മറ്റുള്ള എല്ലാ ഇതുണ്ട്. നമുക്ക് സ്റ്റാഫിനെ തിരിച്ചറിയാലോ. അപ്പൊ സ്റ്റാഫിന് വേണ്ടി പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ്സ് കൊടുക്കുക. പേഷ്യന്റ്, വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ്, അവിടെ ആൻഡ് വേണ്ട കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ എങ്ങനെയാ നോക്കിയപ്പോ പേഷ്യൻസ് കഴിഞ്ഞ് ഫോം ഇടുക. പേഷ്യൻസ്, വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സ് കണ്ടോ. പേഷ്യൻസിന് പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ്സ്, വിസിറ്റേഴ്സിന്, വെൻഡേഴ്സിന് ഒക്കെ പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ്സ് കൊടുക്കാം. സെയിൽസ് പേഴ്സണ് വേറെ കൊടുക്കാം. ഡെലിവറി പീപ്പിൾ ആൻഡ് കോൺട്രാക്ടേഴ്സ്, ഡെലിവറി പീപ്പിൾ, കോൺട്രാക്ടേഴ്സ് ഇവർക്കൊക്കെ പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ്സ് കൊടുക്കാം. അതൊന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ. മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോളിൽ ആണ് അതിനകത്ത് വരുന്നത്. സെപ്പറേറ്റ് എൻട്രി എക്സിറ്റ് പോയിന്റ്സ് ഫോർ സ്റ്റാഫിന്, പേഷ്യൻസ്, വിസിറ്റേഴ്സ് ആൻഡ് വെൻഡേഴ്സിന് പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ്സ് കൊടുക്കാം. സെയിൽസ് പേഴ്സണ് കൊടുക്കാം. ഡെലിവറി പീപ്പിൾ ആൻഡ് കോൺട്രാക്ടേഴ്സ്, ഡെലിവറി പീപ്പിൾ, കോൺട്രാക്ടേഴ്സ് ഇവർക്കൊക്കെ പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ്സ് കൊടുക്കാം. ഓക്കെ, അടുത്ത നോക്കിയേ. ഐഡന്റിഫൈ, ഇതും കുറച്ച് പോയിന്റ് തന്നെയാണ് കേട്ടോ. മെയിൻ ഹെഡിങ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ആണ്. അതിന്റെ കീഴിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് ആയിട്ട് കൊടുത്തേക്കുന്നുള്ളൂ. പിന്നെ അത് നിങ്ങൾ ആ 4 ABCD എന്നില്ലേ അതൊന്ന് ടിക്കറ്റ് വെച്ചേക്കാം അവിടെ. ഇനി നോക്കിയേ. ഐഡന്റിഫൈ, സ്ക്രൂട്ടിനൈസ് ആൻഡ് ഗൈഡ് ദ നോൺ പേഷ്യന്റ് ആൻഡ് നോൺ വിസിറ്റർ ട്രാഫിക് സച്ച് ആസ് വെൻഡേഴ്സ് അറ്റ് ദ കൺട്രോൾ ഗേറ്റ്. നോക്കിയേ, ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ സൂക്ഷ്മമായി പരിശോധിക്കുക, തിരിച്ചറിയുക അല്ലെ, തിരിച്ചറിയുക. സ്ക്രൂട്ടിനൈസ് ആണ് കേട്ടോ, സൂക്ഷ്മമായി പരിശോധിക്കുക. ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ തിരിച്ചറിയുക. സ്ക്രൂട്ടിനൈസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി പരിശോധിക്കുക. ആൻഡ് ഗൈഡ്, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. എന്ത്? ദ നോൺ പേഷ്യന്റ് ആൻഡ് നോൺ വിസിറ്റേഴ്സ് ട്രാഫിക്, നോൺ പേഷ്യന്റ്, നോൺ വിസിറ്റേഴ്സ് ട്രാഫിക് അതിനെ മനസ്സിലാക്കുക, സൂക്ഷ്മമായി പരിശോധിക്കുക, ഗൈഡ് ചെയ്യുക. ഇതുപോലെ such as vendors at the control gate. ഈ വെൻഡേഴ്സ് അറ്റ് കൺട്രോൾ ഗേറ്റ്സ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമുക്ക് അസസ് കൺട്രോൾ ഗേറ്റുകൾക്കായിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാങ്കേതിക വിദ്യകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങളോ എക്യുപ്മെന്റ്സോ എന്നിവയൊക്കെയായി ബന്ധപ്പെട്ട് ഒരു സേവനങ്ങള് വിതരണം ചെയ്യുന്ന കമ്പനികളെയോ അല്ലെങ്കിൽ ഓർഗനൈസേഷനുകളെയോ ആണ് വെൻഡേഴ്സ് അറ്റ് കൺട്രോൾ ഗേറ്റ്സ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. അതായത് നമ്മൾ എന്താ പറയാ, നമ്മുടെ മെയിൻ ഗേറ്റില്ലേ, ആ ഗേറ്റില് നമ്മൾ വല്ല ഇലക്ട്രോണിക് റീഡറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബയോടെക് സ്കാനറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അസസ് ആ നോൺ വിസിറ്റേഴ്സ്, നോൺ പേഷ്യന്റിലേക്ക് അസസ്, ഹോസ്പിറ്റലിലേക്കുള്ള പ്രവേശനം അല്ലെ, അതിന് എൻട്രി ഓർ എക്സിറ്റ്, അവര് അനധികൃതമായി കയറുന്നതോ അല്ലെങ്കിൽ എന്താ എക്സിറ്റ്, എൻട്രി ഓർ എക്സിറ്റ് അതിനെ കൺട്രോൾ ചെയ്യാൻ, അതിനെ എന്താ അവര് റെക്കോർഡ് ചെയ്യാനും അതുപോലെ അവിടെ സുരക്ഷ ഉറപ്പാക്കാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് അസസ് കൺട്രോൾ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഈ അസസ് കൺട്രോൾ ഗേറ്റ്സുകൾ ഉപയോഗിക്കുന്ന ആ ഓർഗനൈസേഷനുകളെയോ കമ്പനികളെയോ ഒക്കെയാണ് നമ്മൾ വെൻഡേഴ്സ് അറ്റ് കൺട്രോൾ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ എന്താ പറയാ, അതിൽ കൂടിയുള്ള പ്രവേശനം, എൻട്രി എക്സിറ്റ്, അതിനെ അവിടെ എന്തൊക്കെയാന്നുള്ളത് അതിനെ റെക്കോർഡ് ചെയ്യാനും ആ സേഫ്റ്റി ഉറപ്പാക്കാനും വേണ്ടിയാണ്. അപ്പൊ ആരെങ്കിലും അതിക്രമിച്ച് കിടന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഉടനെ തന്നെ അതെന്താ പറയാ, അത് റെക്കോർഡാണ്. അതിവിടെ പോകുന്നവരും ഇതെല്ലാം ഓൾറെഡി റെക്കോർഡാണ്. അതിന്റെ റെക്കോർഡ് ചെയ്യാനും നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് റീഡറുകള്, ബയോമെട്രിക് സ്കാനേഴ്സ്, സോഫ്റ്റ്വെയർ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അസസ് നമ്മള് നിയന്ത്രിക്കാൻ, അങ്ങോട്ടേക്കുള്ള എൻട്രി എക്സിറ്റ് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും അതുപോലെ ആ ഹോസ്പിറ്റലിന്റെ സുരക്ഷ ഉറപ്പാക്കാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് വെൻഡേഴ്സ് അറ്റ് കൺട്രോൾ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഓൾറെഡി അണ്ടർലൈൻ ചെയ്തിട്ടിട്ടുണ്ട്, അത് തന്നെ ഒന്നോടെ അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ.
ആ സെന്റൻസ് അങ്ങനെ തന്നെ വേണമെങ്കിൽ ഡാഷ് ഇട്ട് തരാം. ഐഡന്റിഫൈ സ്ക്രൂട്ടിനസ് ആൻഡ് ഗൈഡ് ദ നോൺ പേഷ്യന്റ് ആൻഡ് നോൺ വിസിറ്റേഴ്സ് ട്രാഫിക് സച്ച് ആർ ഡാഷ്. ഇതുപോലെ വെൻഡേഴ്സ് അറ്റ് ദ കൺട്രോൾ ഗേറ്റ്സ് എന്നുള്ളത്. വെൻഡേഴ്സ് അറ്റ് ദ കൺട്രോൾ ഗേറ്റ്സ്. ഈ അസസ് കൺട്രോൾ ഗേറ്റുകൾക്ക് ഉപയോഗിക്കുന്ന ആ ഓർഗനൈസേഷനെയോ സ്ഥാപനങ്ങളെയാണ് ശരിക്കും വെൻഡേഴ്സ് അറ്റ് ദ കൺട്രോൾ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ആ ഗേറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഇലക്ട്രോണിക് ആയിട്ടുള്ള റീഡറുകളാകാം. അപ്പൊ അതിൽ പോകുമ്പോൾ കറക്റ്റ് കാര്യങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബയോമെട്രിക് സ്കാനേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയറുകളൊക്കെ ആകാം. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അസസ് കൺട്രോൾ ചെയ്യണം. അതായത് എൻട്രി എക്സിറ്റ് അതിനെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അവിടെ റെക്കോർഡ് ചെയ്യാനും ആ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് വെൻഡേഴ്സ് അറ്റ് കൺട്രോൾ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ആ അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റിൽ എന്താ? പ്രോഹിബിറ്റ്. പ്രോഹിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ തടയുക. എന്ത് തടയാനാ പറഞ്ഞിരുന്നത്? പെഡസ്ട്രിയൻ ട്രാഫിക്, കാൽനട ഗതാഗതം തടയുക. ഏതിൽ കൂടെ? പേജ് നമ്പർ ആണോ? ദിവ്യക്ക് പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത ആരെങ്കിലും? 77. ഓക്കെ. പ്രോഹിബിറ്റ് പെഡസ്ട്രിയൻ ട്രാഫിക്. പെഡസ്ട്രിയൻ ട്രാഫിക്, കാൽനട ഗതാഗതം പ്രോഹിബിറ്റ് ചെയ്യുക, നിരോധിക്കാതെ തടയുക. പ്രോഹിബിറ്റ് ചെയ്യുക, നിരോധിക്കുക. ഏതിൽ കൂടെ? ത്രൂ അൺലോഡിംഗ് ഡോക്ക്. അൺലോഡിംഗ് ഡോക്ക് എന്ന് പറഞ്ഞാൽ ലോഡിംഗ് അൺലോഡിംഗ് ഒക്കെ ചെയ്യുന്ന ഇതാണ് കേട്ടോ അൺലോഡിംഗ് ഡോക്ക് എന്ന് പറയുന്നത്. അത് എന്തെങ്കിലും ഒരു പ്രത്യേക ഏരിയ ആണ്. ലോഡിംഗ് അൺലോഡിംഗ് ഒക്കെ നടത്തുന്ന ആ ഒരു ഏരിയ ആണ്. ലോഡിംഗ് ബേ, അതാണ് അൺലോഡിംഗ് ഡോക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഫെമിലിയർ അല്ലാത്ത വേർഡാണ് കൊടുത്തേക്കുന്നത്. അതായത് ഏതെങ്കിലും ഇപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ ആവാം, ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ആണെങ്കിലും പ്രത്യേക ഏരിയ ആണ്. അവിടെ എന്താ ചെയ്യുന്ന? ലോഡിംഗ് അൺലോഡിംഗ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക ഏരിയ ആണ് അൺലോഡിംഗ് ഡോക്ക്. അപ്പൊ അതിൽ കൂടെ എന്താണ്? പെഡസ്ട്രിയൻ ട്രാഫിക്കിനെ നിരോധിക്കുക. റിസീവിംഗ് ഏരിയ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ റിസീവ് ചെയ്യുന്ന ആ ഏരിയയിൽ കൂടെയുള്ള കാൽനട ഗതാഗതം നിരോധിക്കുക. മോർഗ് എക്സിറ്റ്. മോർഗ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ മോർച്ചറി എക്സിറ്റ്, അതിൽ കൂടെയുള്ള. ആൻഡ് ട്രക്ക് ഗേറ്റ്സ്. ട്രക്ക് ഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ ഡോർ അറ്റ് ദ ബാക്ക് ഓഫ് ദ ട്രക്ക്, അതാണ്. അതായത് നമ്മൾ ഇതെല്ലാം ഓരോ എന്താ പറയാ, നമ്മൾ ആ ഏരിയയിലൊക്കെ നമ്മുടെ അവിടുത്തെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ എന്താ അതിൽ കൂടെയുള്ള പെഡസ്ട്രിയൻ ട്രാഫിക് നിരോധിക്കുക. അതാണ് ആ പോയിന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ട്രക്ക് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രക്കിന്റെ ഗേറ്റ്. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡോർ അറ്റ് ദ ബാക്ക് ഓഫ് ദ ട്രക്ക് ആണ് ട്രക്ക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. എന്നിവയിൽ കൂടിയുള്ള പെഡസ്ട്രിയൻ ട്രാഫിക് എന്ത് ചെയ്യുക? പ്രോഹിബിറ്റ് ചെയ്യുക, നിരോധിക്കുക. അപ്പൊ നമ്മളിപ്പോ ആവശ്യമില്ലാതെ ആ ഭാഗത്തേക്ക് ആളുകളൊന്നും പോകേണ്ട ഇതില്ല അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ചിലപ്പോ അവിടെ എന്തെങ്കിലും വല്ലതും നമുക്ക് മോഷണം പോകാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇതുണ്ട്. അത് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പ്രോഹിബിറ്റ് ആണ്, നിരോധിത മേഖലയാണ്. ഏത്? പെഡസ്ട്രിയൻ ട്രാഫിക് നിരോധിത മേഖലയാണ്. അൺലോഡിംഗ് ഡോക്ക്, റിസീവിംഗ് ഏരിയ, മോർഗ് എക്സിറ്റ് ആൻഡ് ട്രക്ക് ഗേറ്റ്സ് എന്നിവയിൽ കൂടെയുള്ള പെഡസ്ട്രിയൻ ട്രാഫിക് നിരോധിക്കുക, പ്രോഹിബിറ്റ് ചെയ്യുക. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച പോയിന്റ്. പെഡസ്ട്രിയൻ ട്രാഫിക് ത്രൂ ഡാഷ് ഏതിൽ കൂടെയൊക്കെയാ പറഞ്ഞേക്കുന്നത്? അൺലോഡിംഗ് ഡോക്ക്, റിസീവിംഗ് ഏരിയ, മോർഗ് എക്സിറ്റ് ആൻഡ് ട്രക്ക് ഗേറ്റ് എന്നിവയിൽ കൂടെയുള്ള പെഡസ്ട്രിയൻ ട്രാഫിക് പ്രോഹിബിറ്റ് ചെയ്യുക, നിരോധിക്കുക. അടുത്ത് നോക്കി, കൺട്രോൾ വെഹിക്കിൾസ് ലൈക്ക് ഡെലിവറി ട്രക്ക് എക്സെട്ര ആൻഡ് ചെക്ക് ഔട്ട് ഗോയിങ് വെഹിക്കിൾ. ഡെലിവറി ട്രക്ക് ആൻഡ് ചെക്ക് ഔട്ട് ഗോയിങ് വെഹിക്കിൾ എക്സെട്ര എന്നുള്ളത് അവിടെ വേണമെന്നില്ല, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, കൺട്രോൾ വെഹിക്കിൾസ് ലൈക്ക്, വെഹിക്കിൾസിനെ കൺട്രോൾ ചെയ്യുക. ഇതുപോലെ ഡെലിവറി ട്രക്സ് അല്ലെ, അതായത് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്നതും ഇല്ലേ, അങ്ങനെയുള്ള വെഹിക്കിൾസ് അല്ലെ, അതിനെന്ത് ചെയ്യുക? അതിനെയൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക, വെഹിക്കിൾസിനെ കൺട്രോൾ ചെയ്യുക. ഡെലിവറി ട്രക്സ് ആൻഡ് ചെക്ക് ഔട്ട് ഗോയിങ് വെഹിക്കിൾസ്, പുറത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഇല്ലേ, അതിനെയൊക്കെ ചെക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഒരു സാധനങ്ങളൊക്കെ മോഷണം പോകാതെയോ അല്ലെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ നഷ്ടം സംഭവിക്കാതെയോ നമ്മുടെ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമാണ്, ഇന്ത്യയുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്നത് കേട്ടോ.
വെഹിക്കിൾസ് കൺട്രോൾ ചെയ്യുക, ലൈക്ക് ഒരു ഡെലിവറി ട്രക്ക്. ഒരുപാട് നമ്പർ ഓഫ് ഇത് വേണ്ട, നമുക്ക് ലിമിറ്റഡ് മതി. ഡെലിവറി ട്രക്ക് അങ്ങനെയുള്ള വെഹിക്കിൾസിനെ കൺട്രോൾ ചെയ്യുക, ഔട്ട്ഗോയിങ് വെഹിക്കിൾസ് ചെക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇലക്ട്രോണിക് സർവൈലൻസ് ഓഫ് സ്ട്രാറ്റജിക് ആൻഡ് സെൻസിറ്റീവ് ഏരിയ ത്രൂ ഡാഷ്. അങ്ങനെ ചോദിക്കാം. ഇലക്ട്രോണിക് സർവൈലൻസ് പരമപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏരിയകൾ, സ്ട്രാറ്റജിക് തന്ത്രപരമായിട്ടുള്ള, സെൻസിറ്റീവ് ഏരിയയില് എന്ത് വെക്കണം എന്നാ പറഞ്ഞേക്കുന്നേ? CCTV വെക്കുക. അപ്പൊ നമുക്ക് അതേ കൂടെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ആ CCTV നോക്കി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും അല്ലെ, ചിലർക്കൊക്കെ CCTV വെച്ചിട്ടുണ്ട്, കടകളിൽ വെച്ചിട്ടുണ്ട് അല്ലെ, ഇമ്പോർട്ടന്റ് പ്ലേസുകളിൽ CCTV വെച്ചിട്ടുണ്ട്. എന്തിനാ? അവിടെ എന്തെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ CCTV ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത്, അല്ലെ എന്തെങ്കിലും മോഷണം പോയിട്ട് ആരാണ് കൊണ്ടുപോയത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് തെളിവ് കിട്ടും നമുക്ക് അല്ലെ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. സ്ട്രാറ്റജിക് പ്രധാനപ്പെട്ട സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളില് CCTV വെക്കുക. പോയിന്റ് തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ വെക്കുന്നത്? CCTV വെക്കുക. ഇൻസ്റ്റോൾ ലോക്കിംഗ് ഡിവൈസസ് ആൻഡ് അലാറം സിസ്റ്റം. ഇനി എന്ത് ചെയ്യുക? ഇൻസ്റ്റോൾ ചെയ്യുക, സ്ഥാപിക്കുക ലോക്കിംഗ് ഡിവൈസുകൾ, ലോക്കിംഗ് ഉപകരണങ്ങൾ എല്ലാരും എന്താണ് പറയാ, സെക്യൂർ ആയിട്ട് വെക്കാൻ ലോക്കിംഗ് ഡിവൈസുകൾ സ്ഥാപിക്കുക. ആൻഡ് അലാറം സിസ്റ്റം, എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ അതിങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റുള്ളവർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് അലാറം സിസ്റ്റവും അത് ഇൻസ്റ്റോൾ ചെയ്യുക. അപ്പൊ അതിക്രമിച്ച് ആരെങ്കിലും കയറുമോ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് തൊട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വല്ല നമ്മളെ അറിയിക്കുന്ന അലാറം അങ്ങനെയുള്ളതൊക്കെ ഇൻസ്റ്റോൾ ചെയ്യുക. ഇതെല്ലാം നമ്മുടെ എന്താണ് സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. ഇൻസ്റ്റോൾ ലോക്കിംഗ് ഡിവൈസസ് ആൻഡ് അലാറം സിസ്റ്റം. അടുത്ത നോക്കിയ ഇഷ്യൂ വിസിറ്റേഴ്സ് പാസസ്. ഇഷ്യൂ ചെയ്യുക, അനുവദിക്കുക, വിസിറ്റേഴ്സിന് പാസസ് അനുവദിക്കുക. ഇഷ്യൂ വിസിറ്റർ പാസസ്, വിസിറ്റർ പാസസ് അനുവദിക്കുക അല്ലെ. അപ്പൊ ലിമിറ്റഡ് ആ പാസ് കൊണ്ട് മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിൽ തള്ളി കയറുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒന്ന് ലിമിറ്റ് ചെയ്യാൻ പറ്റും. പാസസ്, ഇഷ്യൂ വിസിറ്റർ പാസസ്. അടുത്ത നോക്കിയേ, പ്രൊസീജിയർ ഫോർ ആൻഡ് കൺട്രോൾ ഓവർ ദ ഇഷ്യൂസ് ഓഫ് ദ കീ. കീകളുടെ പ്രശ്നത്തിന് ഒരു നടപടിക്രമങ്ങൾ കൊണ്ടുവരിക. അതായത് ഈ ഓരോ ഇതിന്റെയും അതിന് അംഗീകാരപ്പെട്ടവർക്ക് മാത്രമേ കീ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെ, അത് ഹാൻഡ് ഓവർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ എല്ലാവർക്കും അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കണ്ടോ, ഓതറൈസേഷൻ നെസസറി ടു ഇഷ്യൂ ദ കീ. കണ്ടോ, കീകൾ നൽകുന്നതിന് അനുമതി ആവശ്യമാണ്. അതിന് അംഗീകാരം വേണം. ഇത് നമുക്ക് ആണെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഇതിന്റെ കീ നമുക്ക് തന്നെങ്കിൽ ആ ഒരു ചാർജ് നമുക്ക് വേണം. അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ ആ കീകള് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെ. എല്ലാവർക്കും ഇപ്പൊ നമ്മളെ ഏറ്റവും അതിന്റെ ഹെഡോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അതിന്റെ ഇത് പിടിച്ചാൽ മതി. ഏറ്റവും ലോവർ ലെവലിലുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇവരറിയാതെ വന്ന് കയറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അതാണ് ആ കീകളുടെ പ്രശ്നത്തിനുള്ള പ്രൊസീജിയർ, നടപടിക്രമം, കറക്റ്റ് ആയിട്ടുള്ള നടപടിക്രമം കൊണ്ടുവരിക. പിന്നെ ഈ കീ ഇഷ്യൂ ചെയ്യുന്നതിന് ആ ഓതറൈസേഷന്റെ എന്താ പറയാ ഒരു അംഗീകാരം, ഓതറൈസേഷൻ ഒരു അംഗീകാരം അത്യാവശ്യമാണ്. Lockers and lockable cabinets for staff against personal property theft. Underline ചെയ്തിട്ട് കേട്ടോ. ലോക്കറുകള്, ലോക്കബിൾ ക്യാബിനറ്റ്സ് ഫോർ സ്റ്റാഫ് against personal property theft. സ്റ്റാഫിന് ലോക്കറുകളും ലോക്കബിൾ ക്യാബിനറ്റ്സും കൊടുക്കാം അല്ലെ. ഓരോ സ്റ്റാഫുകൾക്കാണെങ്കിലും അവർക്കുടെ സാധനങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കാം? ലോക്കേഴ്സും ലോക്കബിൾ ക്യാബിനറ്റ്സും പ്രൊവൈഡ് ചെയ്യുക. ലോക്കേഴ്സ് ആൻഡ് ലോക്കബിൾ ക്യാബിനറ്റ്സ് ഫോർ സ്റ്റാഫ് എന്തിനെതിരായിട്ട്? എഗൈൻസ്റ്റ് പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. ഏതിന്? ഒരു വ്യക്തിഗത സ്വത്ത് മോഷണം അല്ലെ, അങ്ങനെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്നതിന് എതിരായിട്ട് സ്റ്റാഫിന്റെ എല്ലാം സെക്യൂർ ആയിട്ട് വെക്കാനായിട്ട് ലോക്കറുകളും ലോക്കബിൾ ക്യാബിനറ്റ്സും കൊടുക്കാം. അടുത്ത നോക്കിയേ, പ്രൊവിഷൻ ഓഫ് ദ സേഫ് ഫോർ പേഷ്യൻസ് വാല്യബിൾ. പേഷ്യൻസിന്റെ വില പിടിച്ച സാധനങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് വെക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക. പ്രൊവിഷൻ ഓഫ് എ സേഫ്
ഫോർ പേഷ്യൻസ് വാല്യുബിൾ. പേഷ്യൻസിന്റെ വില പിടിച്ച സാധനങ്ങളൊക്കെ അത് വെറുതെ ഓപ്പൺ ആക്കി വെക്കാതെ അതൊക്കെ സേഫ് ആക്കി വെക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക. അടുത്ത പോയിന്റ് നോക്കിയേ. സെക്യൂർഡ് ക്യാബിൻ ഫോർ കാഷ്യേഴ്സ് വിത്ത് എ പാനിക് ബട്ടൺ. സെക്യൂർഡ് ക്യാബിൻ കൊടുക്കാം, സുരക്ഷിതമായിട്ടുള്ള ക്യാബിൻ കൊടുക്കാം. ആർക്ക്? കാഷ്യറിന്, അല്ലെ? കാഷ്യർ ആണ് പൈസയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അവർക്കുടെ ക്യാബിൻ എങ്ങനെയാ? വളരെ സുരക്ഷിതമായിട്ട് വേണം. വിത്ത് എ പാനിക് ബട്ടൺ. പാനിക് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരുവാണെങ്കിലേ അപ്പൊ അതിനെതിരെ അറിയിക്കുന്ന ഒരു അപകട സൈറന്റെ സ്വിച്ച് ആണ്. അപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് അവരുടെ അടുത്തേക്കൊക്കെ ആരെങ്കിലും അതിക്രമിച്ചൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ആ ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. അപ്പൊ മറ്റുള്ള എല്ലാവരെയും അറിയിക്കാൻ പറ്റും ഒരു എമർജൻസി ഉണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ അനുമതി ഇല്ലാതെ വന്ന് ഇവരെന്തെങ്കിലും ഹരാസ് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഇതൊക്കെ പൈസയൊക്കെ മോഷ്ടിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ അവർക്ക് അറിയിക്കാൻ വേണ്ടി ഒരു അപകട സൈറന്റെ സ്വിച്ച് ആണ് പാനിക് ബട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വിച്ചിൽ ഞെക്കിയാൽ മതി അവർക്ക്. അല്ലാതെ ഓടിച്ചെന്ന് വിളിക്കാനുള്ള ഇതില്ലെങ്കിൽ എന്താ പെട്ടെന്ന് തന്നെ അവർ ആ ബട്ടണിൽ അമർത്തുക. അപ്പൊ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, സെക്യൂർഡ് ക്യാബിൻ ഫോർ കാഷ്യേഴ്സ്. ആർക്ക് വേണ്ടി? കാഷ്യറിന് വേണ്ടി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാബിൻ, സുരക്ഷിതമായിട്ടുള്ള ക്യാബിനിൽ കൊടുക്കുക. വിത്ത് എന്തും കൂടി വേണം ആ ക്യാബിന്റെ ഒപ്പം തന്നെ അവിടെ ഒരു പാനിക് ബട്ടൺ, അതായത് അപകടം എന്തെങ്കിലും വരികയാണെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കാനുള്ള അപകട സൈറൻ, അതാണ് ആ ഒരു സ്വിച്ചും കൂടി അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. സെക്യൂർഡ് ക്യാബിൻ ഫോർ ഡാഷ് വിത്ത് എ പാനിക് ബട്ടൺ. ആർക്ക് കൊടുക്കണം എന്നാ പറഞ്ഞേക്കണേ? ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് കാഷ്യറിന് കൊടുക്കണം. സുരക്ഷിതമായിട്ടുള്ള ക്യാബിൻ എന്ന് വെച്ചാൽ അദ്ദേഹം അല്ലേ ക്യാഷും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കാഷ്യറിന് സുരക്ഷിതമായിട്ടുള്ള ക്യാബിൻ കൊടുക്കണം. എന്തുകൂടി വേണം? വിത്ത് എ പാനിക് ബട്ടൺ. അടുത്ത നോക്കിയേ. Provide roll-up shutters or grills at strategic places for night-time protection. ഇനി എന്ത് കൊടുക്കാം? റോളപ്പ് ഷട്ടറുകള് ഓർ ഗ്രിൽസ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഗ്രില്ലിടും, അല്ലെങ്കിൽ നമ്മൾ റോൾ ചെയ്യാൻ പറ്റുന്ന, ചുരുക്കി വെക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ഷട്ടറുകൾ അത് ഇടും. എങ്ങനെ? അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്, പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസിൽ റോളപ്പ് ഷട്ടർ അല്ലെങ്കിൽ ഗ്രിൽസ് ഉപയോഗിക്കും. അത് എന്തിനു വേണ്ടിയാ? ഫോർ ദ നൈറ്റ് ടൈം പ്രൊട്ടക്ഷൻ, രാത്രികാല സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അല്ലെ? അല്ലെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോൾ ആരെങ്കിലും ഒക്കെ ഓടിച്ചെന്ന് കയറുവാണെങ്കിലോ അതിൽ നിന്നൊക്കെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാല് ഗ്രില്ല് അതുപോലെ തന്നെ ഷട്ടറുകൾ അതൊക്കെ ഉപയോഗിക്കാം. റോളപ്പ് ഷട്ടേഴ്സ്, ഗ്രില്ല് ഉപയോഗിക്കാം. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാ? ഫോർ ദ നൈറ്റ് ടൈം പ്രൊട്ടക്ഷൻ, രാത്രി കാലങ്ങളിലുള്ള സംരക്ഷണത്തിന് വേണ്ടി. എവിടെ വെക്കാനാ പറഞ്ഞേക്കുന്നത്? സ്ട്രാറ്റജിക് പ്ലേസസ്. എല്ലായിടത്തും വെക്കണ്ട, എല്ലാ ഏരിയയിലും വേണ്ട. അദ്ദേഹം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പ്ലേസുകളിൽ റോളപ്പ് ഷട്ടേഴ്സ്, ഗ്രിൽസ് വെക്കുക. അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസ്. Provide dash at strategic places for the night time protection. എന്ത് വെക്കാനാ പറഞ്ഞേക്കുന്നത്? റോളപ്പ് ഷട്ടേഴ്സ് ഓർ ഗ്രിൽസ്. റോളപ്പ് ഷട്ടേഴ്സ് ഓർ ഗ്രിൽസ്. അതാണ് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോളില് ഫിസിക്കൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ശാരീരികമായിട്ടുള്ള സുരക്ഷ, ഫിസിക്കൽ സെക്യൂരിറ്റി. ഓക്കെ, പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കുക. അണ്ടർലൈൻ ചെയ്തിട്ടത് നമുക്ക് വൺ വേർഡ്സ് ഒക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. അപ്പൊ അതും കൂടി നോക്കി വെക്കുക കേട്ടോ. ഓക്കെ ആണോ? പോയിന്റ്സുകള് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യണ്ട. വൺ ബൈ വൺ പോയിന്റ് ഔട്ട് ചെയ്ത് ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യണ്ട. അത് നിങ്ങള് ഡാഷ് ഇട്ട് കൊടുത്ത് ഏതാണ് എന്നുള്ളത് ഇവിടെ തന്നെ ഓൾറെഡി കുറച്ച് ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ഇതാണ് ഫിസിക്കൽ സെക്യൂരിറ്റി ആട്ടോ. മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോളില് ഫിസിക്കൽ സെക്യൂരിറ്റിയിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ തന്നെ പ്രൊസീജിയറൽ സെക്യൂരിറ്റി. പ്രൊസീജിയർ, അവിടുത്തെ നടപടിക്രമ സുരക്ഷ. നടപടിക്രമ സുരക്ഷ, അവിടുത്തെ പ്രൊസീജിയറിൽ നമുക്ക് എന്തൊക്കെ സെക്യൂരിറ്റി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതാണ് മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, പ്രൊസീജിയറൽ സെക്യൂരിറ്റി. ഫസ്റ്റ് നോക്കിയേ. എസ്റ്റാബ്ലിഷ് സർവീസ് റൂൾസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ടു ദം ടു
കമ്മ്യൂണിക്കേറ്റ് ദം ടു ഓൾ എംപ്ലോയീസ്. ഒന്നാമത്തെ എന്താ പ്രൊസീജിയർ? നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും ഒരു റൂൾസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ അവർ ഓരോരുത്തരും ഓരോ രീതിക്കല്ല ചെയ്യുന്നത്. അവിടെ കോമൺ ആയിട്ടുള്ള ഒരു സർവീസ് റൂൾസ് ഉണ്ട്, ഏത് രീതിയിലൊക്കെ ചെയ്യണം അല്ലെ, അങ്ങനെയുള്ള ഒരു സർവീസ് റൂൾ ഉണ്ട്, ഒരു നിയമമുണ്ട് അവിടെ. അത് എന്ത് ചെയ്യുക, അത് സ്ഥാപിക്കുക. ആ റൂള് ഏത് സെക്ഷനിലായിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടാണെങ്കിലും നമ്മൾ സർവീസ് റൂളുകൾ സ്ഥാപിക്കുക. ആൻഡ് ആ റൂള് വെറുതെ കൊണ്ടുവന്നാൽ മാത്രം മതിയോ? ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദം ടു ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്കിലല്ലേ അവർക്കും അറിയണ്ടേ എന്തൊക്കെ സർവീസ് റൂൾസ് ആണ് അല്ലെ നമ്മൾ അവിടെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, ഇതെല്ലാവരും അറിയണം, എല്ലാ എംപ്ലോയീസും അറിയണം. സർവീസ് റൂൾസ് സ്ഥാപിച്ചാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, എല്ലാ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരുമായിട്ടത് ആശയവിനിമയം നടത്തണം. Establish service rules and communicate them to all employees. എല്ലാ എംപ്ലോയീസുമായിട്ട് സർവീസ് റൂൾസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം, സർവീസ് റൂൾസ് സ്ഥാപിക്കുകയും വേണം. അടുത്ത നോക്കിയേ, എസ്റ്റാബ്ലിഷ് പോളിസി ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്. ഉണ്ടോ, എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കുക. എന്ത്? പോളിസി ആൻഡ് പ്രൊസീജിയർ. പോളിസി, അവിടുത്തെ നയങ്ങള്, പ്രൊസീജിയർ, നടപടിക്രമങ്ങള്, ഇതെല്ലാം സ്ഥാപിക്കുക ഫോർ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും, ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. ഉണ്ടോ, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും വേണ്ടിയുള്ള പോളിസി പ്രൊസീജിയറുകൾ സ്ഥാപിക്കുക. ഇതെല്ലാം പ്രൊസീജിയറൽ സെക്യൂരിറ്റിയിൽ വന്നതാ. അടുത്ത നോക്കിയേ, എസ്റ്റാബ്ലിഷ് കമ്മിറ്റീസ്. കമ്മിറ്റി സ്ഥാപിക്കുക. ഏതൊക്കെ കമ്മിറ്റിയാന്ന് നോക്കിയേ? പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഫാർമസിയിൽ പഠിക്കാണ്ട് കേട്ടോ. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, മെഡിക്കേഷൻസ്, പിന്നെ മരുന്നുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോളിസി പ്രാക്ടീസ്, ഇതൊക്കെയാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് ഏത്? ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഈ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, പിന്നെ ഹോസ്പിറ്റലിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള പർച്ചേസ് കമ്മിറ്റി, ഇങ്ങനെയുള്ള കമ്മിറ്റികൾ സ്ഥാപിക്കും. ഇനി എസ്റ്റാബ്ലിഷ് അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺട്രോൾ ഓവർഫ്ലോ ഓഫ് ഹോസ്പിറ്റൽ സപ്ലൈസ് ആൻഡ് മെറ്റീരിയൽസ്, പർട്ടിക്കുലർലി റിസീവിംഗ് ഫംഗ്ഷൻ. ഉണ്ടോ, എസ്റ്റാബ്ലിഷ് അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം സ്ഥാപിക്കുക, ആൻഡ് കൺട്രോൾ, നിയന്ത്രിക്കുക. എന്ത്? ഓവർഫ്ലോ ഓഫ് ഹോസ്പിറ്റൽ സപ്ലൈസ്. കണ്ടോ, ഹോസ്പിറ്റലിലെ സപ്ലൈസ് ഓവർഫ്ലോ ആണ്, അമിതമായിട്ട് അല്ലെ, ആവശ്യത്തിനുള്ള മതി, അതിന്റെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യാം. ആൻഡ് മെറ്റീരിയൽസ് പർട്ടിക്കുലർ, അതുപോലെ തന്നെ ഇത് പ്രത്യേകിച്ച് റിസീവിംഗ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നാണ്. ഹോസ്പിറ്റൽസിലെ സപ്ലൈകളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ആണ്. ഹോസ്പിറ്റലിന്റെ മെറ്റീരിയൽസിന്റെ, സപ്ലൈകളുടെ, ഇതിന്റെയൊക്കെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യുക, ഉത്തരവാദിത്വം സ്ഥാപിക്കുക. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കൺട്രോൾ ആട്ടോ, സ്റ്റോക്ക് കൺട്രോൾ. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ, അതായത് ഹോസ്പിറ്റലിന്റെ ഇൻവെന്ററി കൺട്രോൾ, സ്റ്റോക്ക് കൺട്രോൾ പ്രൊസീജിയറുകൾ സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് വെൽ ഫോർമുലേറ്റഡ് പ്രൊസീജിയർ ഫോർ റിക്വസിഷൻ, പർച്ചേസ്, ഇന്റന്റ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇന്റന്റ് എന്ന് പറഞ്ഞ കരാർ അല്ലെങ്കിൽ ഉടമ്പടി. ഇന്റന്റ്, റിക്വസിഷൻ, പർച്ചേസ്, ഇന്റന്റ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അത് ഇതിൽ എല്ലാവർക്കും വേണ്ടിയിട്ട്, റിക്വസിഷന് പർച്ചേസ് ചെയ്യാനായിട്ട്, ഇന്റന്റിന് സപ്ലൈ ചെയ്യാൻ, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ, വിതരണം ചെയ്യാനൊക്കെ നന്നായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള പ്രൊസീജിയറുകൾ സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് വെൽ ഫോർമുലേറ്റഡ് പ്രൊസീജിയർ ഫോർ ഡാഷ്. ആരൊക്കെയാ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. എസ്റ്റാബ്ലിഷ് വെൽ ഫോർമുലേറ്റഡ് പ്രൊസീജിയർ ഫോർ റിക്വസിഷന് വേണ്ടി, പർച്ചേസിന്, ഇന്റന്റ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇതിനൊക്കെ നന്നായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള പോളിസികൾ, പ്രൊസീജിയറുകൾ സ്ഥാപിക്കുക. അടുത്ത നോക്കിയേ, കണ്ടക്ട്
സർപ്രൈസ് ചെക്ക് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റൽ ഇൻവെന്ററീസ്. ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ഇൻവെന്ററി അതിന്റെ എന്താ സർപ്രൈസ് ചെക്സ് കണ്ടക്ട് ചെയ്യുക അല്ലെ. നമ്മൾ ഇന്ന ദിവസം ചെക്ക് ചെയ്യാൻ വരും എന്ന് പറയുമ്പോൾ അവർ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വെക്കും അല്ലെ. ഇന്ന ദിവസം ചെക്കിംഗ് എന്ന് പറയുമ്പോൾ എന്നാൽ സർപ്രൈസ് ചെക്ക് നടത്തുകയാണെങ്കിൽ അല്ലെ നമുക്ക് പല ഫോൾട്ടും അല്ലെങ്കിൽ കണക്കൊക്കെ തെറ്റോ അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ ഇന്ന ദിവസം ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വരും എന്ന് പറയുമ്പോൾ എല്ലാ റെക്കോർഡും എല്ലാ കാര്യങ്ങളും അവർ ഓക്കെ ആക്കി വെക്കും ഉണ്ടാവും. അപ്പൊ അടുത്തൊരു കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്, കണ്ടക്ട് സർപ്രൈസ് ചെക്ക്. സർപ്രൈസ് ചെക്സ് നടത്തുക ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റൽ ഇൻവെന്ററീസ്. ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ഇൻവെന്ററി സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട സർപ്രൈസ് ചെക്കുകൾ നടത്തുക. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, പ്രൊസീജിയറൽ സെക്യൂരിറ്റി, നടപടി ക്രമ സുരക്ഷ. ഇത് പോയിന്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. പ്രൊസീജിയറൽ സെക്യൂരിറ്റിയിൽ വന്നത് ഏതാന്ന് വെച്ചാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തേക്കുക. എല്ലാം അവിടുത്തെ നടപടി ക്രമങ്ങളാണ് പറഞ്ഞേക്കുന്നത്. സർവീസ് റൂൾസ് സ്ഥാപിക്കുകയും അത് എല്ലാ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ സർവീസ് റൂൾസ് എല്ലാ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് അവരെയും കൂടി അറിയിക്കണം. അവരുമായിട്ട് ആശയവിനിമയം നടത്തണം. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടിയിട്ടുള്ള പോളിസി പ്രൊസീജിയറുകൾ സ്ഥാപിക്കുക. പിന്നെ കമ്മിറ്റികൾ സ്ഥാപിക്കുക. ഏതൊക്കെ കമ്മിറ്റി? പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി തുടങ്ങിയ കമ്മിറ്റികൾ സ്ഥാപിക്കുക. അടുത്തത് അക്കൗണ്ടബിലിറ്റി, എസ്റ്റാബ്ലിഷ് അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്തം സ്ഥാപിക്കുക. അതുപോലെ എന്താണ്? കൺട്രോൾ ചെയ്യുക. ഓവർഫ്ലോ ഓഫ് ഹോസ്പിറ്റൽസ് സപ്ലൈസ് ആൻഡ് മെറ്റീരിയൽസ്. ഇതിന്റെ ഓവർഫ്ലോ കൺട്രോൾ ചെയ്യുക. ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റോക്ക് കൺട്രോൾ പ്രൊസീജിയറുകൾ, നടപടി കാര്യങ്ങള്. പിന്നെ അടുത്തത് എസ്റ്റാബ്ലിഷ് വെൽ ഫോർമുലേറ്റഡ് പ്രൊസീജിയർ. നന്നായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള പ്രൊസീജിയറുകൾ സ്ഥാപിക്കുക. ആർക്കൊക്കെ വേണ്ടി? ഫോർ റിക്വസിഷന് വേണ്ടി, പർച്ചേസിന് വേണ്ടി, ഇന്റന്റ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്തത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ഇൻവെന്ററീസും സ്റ്റോക്കും അവിടെ സർപ്രൈസ് ചെക്സ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? സർപ്രൈസ് ചെക്സ് നടത്തുക. അപ്പൊ അത്രയാണ് ആ ഒരു ചാപ്റ്റർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ. ഒരു വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ എളുപ്പമുള്ള ചാപ്റ്റർ. ടെക്സ്റ്റ് പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തിട്ടേ. മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് 85. അതിനോട് ഷെയർ ചെയ്തിട്ടില്ല. നിമിഷ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്താണ്? മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ മെറ്റീരിയൽസിന്? എന്തെങ്കിലും ഹോസ്പിറ്റലില് നമ്മളൊരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടു അവിടെ കുറെ സ്റ്റാഫുകൾ നിന്നു, അത് മാത്രം മതിയോ ഹോസ്പിറ്റലിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷനിങ്? എന്തും കൂടി വേണം? മെറ്റീരിയൽസ് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ്? കുഞ്ഞു സംഭവങ്ങളില് ഹോസ്പിറ്റലിന്റെ ബെഡ് മുതല് സ്റ്റെതസ്കോപ്പ്, സർജിക്കൽ ടേബിള്, ഡിഫിബ്രിലേറ്റർ, എക്യുപ്മെന്റ്സ്. ഓക്കെ, എക്യുപ്മെന്റ്സ് ആണ് അല്ലെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അനസ്തേഷ്യ മെഷീൻ, ലിഫ്റ്റ്, MRI സ്കാനേഴ്സ്, നമ്മൾ പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്റർ, ടേബിള്, തെർമോമീറ്റർ, സർജിക്കൽ ലൈറ്റ്, BP മോണിറ്റർ, അങ്ങനെയുള്ള എല്ലാ എക്യുപ്മെന്റ്സും അല്ലെ? അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് അതാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിന്റെ കൈകാര്യം, അതിന്റെ മാനേജ്മെന്റ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. നോക്കിയേ, as far as any enterprises is concerned, materials are the major cost factor. Like, ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചതായിരിക്കും ഏതൊരു എന്റർപ്രൈസസിനെ ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിലും മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കോസ്റ്റ് ഫാക്ടർ, ചിലവ് വരുന്ന ഒരു കാര്യമാണ് അല്ലേ? ഇപ്പൊ നമ്മള് വലിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ടു അത് മാത്രം മതിയോ? വീട് ഉണ്ടാക്കാൻ നല്ലൊരു കോസ്റ്റ്. അതുകൂടാതെ അതിന്റെ ഉള്ളില് നമുക്ക് കുറച്ച് എക്യുപ്മെന്റ്സ് വേണ്ടേ, മെറ്റീരിയൽസ് വേണ്ടേ? അതിനും നല്ലൊരു ചെലവ് വരൂലേ? ടേബിള് വേണം അല്ലേ? ടേബിള്, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളാ അല്ലെ? ഷെൽഫ്സുകൾ വെക്കണം,
ഡോറ്, വിൻഡോ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ആ മെറ്റീരിയൽസ് ഇതിനകത്ത് വരുന്നതാണ്, എക്യുപ്മെന്റ്സിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ അടുക്കളയിലേക്ക് വരുന്ന സാധനങ്ങള്, പിന്നെ ഫ്രിഡ്ജ്, മിക്സി, ഇതെല്ലാം നമുക്ക് ആ മെറ്റീരിയൽസിനകത്ത് ഉൾപ്പെടുത്താം അല്ലെ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ചിലവ് വരുന്ന കാര്യമാണ്. മേജർ കോസ്റ്റ് ഫാക്ടേഴ്സ് ഏത് ഹോസ്പിറ്റലിനെ അല്ല, ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിലും, ഏതൊരു വ്യവസായ സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിലും മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? ആർ ദ മേജർ കോസ്റ്റ് ഫാക്ടേഴ്സ്, പ്രധാനപ്പെട്ട ചെലവ് വരുന്ന ഒരു ഘടകമാണ്. About the 40% of the budgetary allocation is on the procurement and management of stores in healthcare institutions. ഉണ്ടോ? ഏതൊരു നമ്മുടെ ഒരു ബഡ്ജറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ 40%ഉം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഏതാണ്? നമ്മുടെ ഒരു ബഡ്ജറ്റിന്റെ ഏകദേശം 40%ഉം എന്തിനാ? പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചാൽ സംഭരണത്തിനും ആൻഡ് മാനേജ്മെന്റ് ഓഫ് സ്റ്റോർസ് ഇൻ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ സ്റ്റോറുകളുടെ മാനേജ്മെന്റിനുമാണ്, അല്ലെങ്കിൽ അതിന്റെ സംഭരണത്തിനുമാണ് ബഡ്ജറ്റിന്റെ ഒരു 40% എന്ത് നമ്മള് ചെലവ് വരുന്നത്. മെറ്റീരിയൽസ് can be termed as മെറ്റീരിയൽസിന് എന്ത് പറയാം? എക്യുപ്മെന്റ്സ് ആവാം, apparatus ആവാം, ആൻഡ് സപ്ലൈസ് അക്യൂറേറ്റ് ഏറ്റെടുത്ത സപ്ലൈകളാകാം, സ്റ്റോക്ക് ചെയ്തതാകാം, ആൻഡ് യൂട്ടിലൈസ്ഡ് ഉപയോഗിച്ചതാവാം ബൈ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാ എക്യുപ്മെന്റ്സ് ആവാം, അപ്പാരറ്റസ് ആവാം, അക്യൂറേറ്റ് സപ്ലൈകളാകാം, സ്റ്റോക്ക് ചെയ്തതാകാം, ഉപയോഗിക്കുന്നതാകാം. ഇതെല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് പറയുന്നു? മെറ്റീരിയൽസ് എന്ന് പറയുന്നു. മെറ്റീരിയൽസ് നമുക്ക് പറയാം. Materials management also be interchangeably defined as stores management. Underline ചെയ്തോട്ടെ അത്. മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ നമുക്ക് എന്ത് മാറ്റി നിർവചിക്കാം? ഇന്റർചേഞ്ചബിളി എന്തെന്ന് ഡിഫൈൻ ചെയ്യാം? സ്റ്റോർസ് മാനേജ്മെന്റ് എന്നും വിളിക്കാം. അണ്ടർലൈൻ ചെയ്തോ ചോദിച്ചിട്ടുണ്ട്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്ത് പറയാം? സ്റ്റോർസ് മാനേജ്മെന്റ് എന്നും പറയാം. അണ്ടർലൈൻ ചെയ്ത അത്. ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിലും മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ചെലവ് വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ബഡ്ജറ്റിന്റെ ഏകദേശം 40%ഉം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ സംഭരണത്തിനും അതുപോലെ തന്നെ മാനേജ്മെന്റ്, സ്റ്റോറുകളുടെ മാനേജ്മെന്റിനുമാണ് നമ്മുടെ ബഡ്ജറ്റിന്റെ ഏകദേശം 40%. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? എക്യുപ്മെന്റ്സ്, അപ്പാരറ്റസ്, സപ്ലൈസ് അക്വേർഡ്, സ്റ്റോക്ക്ഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ുള്ള എക്യുപ്മെന്റ്സോ അതുപോലെ തന്നെ ഉപകരണങ്ങളോ എന്തെങ്കിലും സപ്ലൈകളോ സ്റ്റോക്ക് ചെയ്തതോ ഉപയോഗിക്കുന്നതോ ഒക്കെ ആകാം മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ എന്തെന്ന് വിളിക്കാം? നമുക്ക് സ്റ്റോർ മാനേജ്മെന്റ് എന്ന് വിളിക്കാം. ഓൾസോ നോൺ ആസ് സ്റ്റോർസ് മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. ഇനി ഹൗസ്ലി ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ആട്ടോ ഹൗസ്ലി എന്ന് പറയുന്നത്. ഹൗസ്ലി മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ എന്താ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗുഡ്സ്, സർവീസസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫ്രം അക്വിസിഷൻ ടു ഡിസ്പോസിഷൻ. അക്വിസിഷൻ അക്വയർ ചെയ്യുക എന്ന് വെച്ചാൽ കൈവശപ്പെടുത്തുക. ഏറ്റെടുക്കുക അല്ലെങ്കിൽ കൈവശപ്പെടുത്തുക. അടുത്ത ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ക്രമീകരിക്കുക അല്ലെങ്കിൽ നിർവഹിക്കുക, ക്രമീകരിക്കുക. എന്താണ് ഹൗസ്ലി ഡിഫൈൻ ചെയ്തേക്കുന്നത്? ദ സൂപ്പർവിഷൻ, മേൽനോട്ടം അല്ലെ, ആൻഡ് കൺട്രോൾ, നിയന്ത്രണവുമാണ്. എന്തിന്റെ? ഗുഡ്സ്, സർവീസസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫ്രം എവിടെ നിന്ന് എവിടം വരെയുള്ളതാ? അത് അക്യൂർ ചെയ്യുന്നത് മുതല് അതിന്റെ ഡിസ്പോസിഷൻ, അത് ക്രമീകരിക്കുന്നത് വരെയുള്ള ഗുഡ്സിന്റെയും സർവീസുകളുടെയും എക്യുപ്മെന്റ്സിന്റെ മേൽനോട്ടവും നിയന്ത്രണവുമാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എന്താണ് ഹൗസ്ലി ഡിഫൈൻ ചെയ്തേക്കുന്നത്? അപ്പൊ അങ്ങനെ തന്നെ ചോദിക്കാട്ടോ ആ സെന്റൻസ്. അത് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗുഡ്സ്, സർവീസസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫ്രം അക്വിസിഷൻ ടു ഡിസ്പോസിഷൻ ഈസ് കോൾഡ് ഡാഷ്. എന്തെന്ന് പറയാം? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയാം. അത് ആര് ഡിഫൈൻ ചെയ്തേക്കുന്നതാണ്? ഹൗസ്ലി. സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടേ.
അതായത് അക്യൂർ ചെയ്യുന്നത് മുതൽ അത് ക്രമീകരിക്കുന്നത് വരെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഒക്കെ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ, നിയന്ത്രണവും അതുപോലെ അതിന്റെ മേൽനോട്ടവുമാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്ത എല്ലാവരും സെന്റൻസ് ഡെഫിനിഷൻ ആയിട്ട് പഠിക്കേണ്ട, ആ ഡെഫിനിഷൻ തരും, എന്നിട്ട് അത് എന്താന്നുള്ള ഈ സ്കോൾഡ് ഡാഷ് എന്ന് ചോദിച്ചാൽ നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് അന്ന് എഴുതാൻ പഠിച്ചു വെക്കുക. ഓക്കെ, then managing the material to give the right quantity of material at the right time at the right place at a low cost is the materials management. ഇനി നോക്കി ഒരു ഡെഫിനിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് അവിടെ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മാനേജിങ് ഓഫ് മെറ്റീരിയൽ ടു ഗിവ് ദ റൈറ്റ് ക്വാണ്ടിറ്റി അല്ലേ. നമ്മുടെ ഇതിപ്പോ നമ്മൾ ഓർഡർ ചെയ്യുന്ന അതുപോലെ അല്ല, നമ്മളിത് ശരിയായ ക്വാണ്ടിറ്റിയില് അല്ലേ, ശരിയായ ക്വാണ്ടിറ്റിയില് ശരിയായ പ്ലേസില് എന്തൊക്കെയാ റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് റൈറ്റ് ടൈം, ശരിയായ സമയത്ത് ശരിയായ പ്ലേസില് അറ്റ് ലോ കോസ്റ്റ്, കുറഞ്ഞ ചെലവില് അത് നൽകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാനേജിങ് ഓഫ് മെറ്റീരിയൽ, മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽ, മാനേജിങ് ഓഫ് മെറ്റീരിയൽ ടു ഗീവ്, എന്ത് നൽകണം, എന്താണ് മെറ്റീരിയൽസിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, നമ്മള് കറക്റ്റ് ക്വാണ്ടിറ്റിയില് കറക്റ്റ് പ്ലേസില് കറക്റ്റ് ശരിയായ ടൈമില് എന്നാൽ കുറഞ്ഞ ചിലവില് എത്തിക്കുന്നത് അല്ലെ, മെറ്റീരിയൽസ് നൽകുന്നതാണ് മാനേജിങ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് ആർ ദ വൈറ്റൽ റിസോഴ്സസ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സുപ്രധാനമായിട്ടുള്ള വിഭവമാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചത്, മെറ്റീരിയൽസ് ആർ ദ വൈറ്റൽ റിസോഴ്സസ്, വാല്യൂ ആൻഡ് യൂട്ടിലിറ്റി, മൂല്യം അതിന്റെ യൂട്ടിലിറ്റി ആക്കിയിട്ട് കൊടുത്തേണ്ട ഇൻ ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഒരു പ്രധാനമായിട്ടുള്ള റിസോഴ്സ് ആണ് മെറ്റീരിയൽസ്. ഇറ്റ് ഈസ് എ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. It is a supportive department in the functioning of the hospital. ഹോസ്പിറ്റലിലെ ശരിയായ പ്രവർത്തനത്തിനുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ എന്താണ് മാനേജിംഗ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ എങ്ങനെയാ, നമ്മൾ തോന്നിയ രീതിയിലല്ല, എങ്ങനെയാ ശരിയായ ക്വാണ്ടിറ്റിയില് ശരിയായ ടൈമില് ശരിയായ പ്ലേസില് കുറഞ്ഞ ചെലവില് മെറ്റീരിയൽസ് നൽകുക, അതിനെയാണ് മാനേജിംഗ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് സുപ്രധാനമായിട്ടുള്ള ഒരു റിസോഴ്സ് ആണ്, വൈറ്റൽ റിസോഴ്സ് ആണ്. ഇറ്റ് ഈസ് ദ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ഓക്കെ ആണോ? ആരും ഇല്ലേ ഇവിടെ? ക്ലിയർ ആവുന്നില്ലേ? പറയണേ. ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? എളുപ്പമാണ്? ആരുമില്ലേ? സ്വീറ്റി, ഇനി ഓരോരുത്തരെ ഞാൻ വിളിക്കാം. പ്രിയ, ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടെന്നൊക്കെ മെസ്സേജ് ഇട്ടിട്ട് കുറച്ച് പേര് കമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഡിഫിക്കൽട്ട് ആണ്, ഓക്കെ ആണ് മിസ്സേ. കുറച്ച് അർജുൻ ഭഗവാൻ, അർജുനാണ് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അർജുൻ കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ സംഭവം. നമ്മുടെ വീട്ടിലില്ലേ, അർജുന്റെ വീട്ടിലില്ലേ കുറെ സാധനങ്ങളൊക്കെ ഇല്ലേ? വലിയ വീട് മാത്രമേ ഉള്ളോ? വീടിന്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ലേ? സാധനങ്ങളൊക്കെയാണ്. അതുപോലെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പറയും. അതായത് ഹോസ്പിറ്റലിലെ ബെഡ്, സ്റ്റെതസ്കോപ്പ്, സർജിക്കൽ ഐറ്റംസ്, ടേബിൾസ്, അനസ്തീഷ്യ മെഷീൻസ്, ലിഫ്റ്റ്, MRI സ്കാനേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എക്യുപ്മെന്റ്സ് ആണ്. അതിന്റെ ഒരു കൈകാര്യമാണ് നമ്മൾ പറയുന്നത്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഈ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറ്റൽ റിസോഴ്സ് ആണ് പറഞ്ഞത്. പിന്നെ ഹൗസിലെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഈ ചാപ്റ്റർ പക്ഷേ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അകത്തോട്ടിങ്ങല്ലേ ഉള്ളൂ നമ്മള്. ഓക്കെ, ഞാൻ പതുക്കെ പോകുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് ആ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തിടുക നിങ്ങൾ കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കറക്റ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്തിടുക. മെറ്റീരിയൽസ് മാനേജ്മെന്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ്? സ്റ്റോർസ് മാനേജ്മെന്റ്. ക്ലിയർ അല്ലേ? സ്റ്റോർസ് മാനേജ്മെന്റ്, STORES. ഇനി
നമ്മൾ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗുഡ്സ് സർവീസസ് എക്യുപ്മെന്റ് ഫ്രം അക്വിസിഷൻ ടു ഡിസ്പോസിഷൻ ഈസ് കോൾഡ് ഡാഷ്. എന്തെന്ന് എഴുതും? ആ ഡെഫിനിഷൻ അവിടെ തരും. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് എഴുതണം. ഇനി അടുത്തെന്താ? മാനേജിംഗ് ഓഫ് മെറ്റീരിയൽ എങ്ങനെയാണ്? ശരിയായ ക്വാണ്ടിറ്റിയില്, ശരിയായ ടൈമില്, ശരിയായ പ്ലേസില്, എന്നാൽ ലോ കോസ്റ്റില് അത് ലഭ്യമാക്കുന്നതിനാണ് മാനേജിംഗ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. പിന്നെ മെറ്റീരിയൽ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വൈറ്റൽ റിസോഴ്സ്, സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇനി ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ എന്താണ് പറഞ്ഞത്? നമ്മള് ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്തിന്? ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഇനി അടുത്തതാണ് എയിം ആണ് കേട്ടോ. എയിം ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ടെക്സ്റ്റിന്റെ ഹെഡിങ് കറക്റ്റ് അല്ലേ? നോക്കിയേ. എയിം ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എന്താണ് എയിം? എന്താന്ന് നോക്കിയേ. The objective of materials management in a hospital is to make sure that there is ample stock of required item for continuous supply. To keep away from scalpers. Scalpers എന്ന് പറഞ്ഞാൽ മിച്ചം. മിച്ചത്തിൽ നിന്ന് മാറ്റി നിർത്താൻ. Have appropriate storage, easy irretrievability distribution, the point of usage whenever needed, effective and efficient utilization of resource available. ഒറ്റൊരു സെന്റൻസ് ആണ്, പക്ഷെ ഒരു കുഞ്ഞു കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ ഈസ് ടു മേക്ക് ഷുവർ ദാറ്റ് there is ample stock of required item for continuous supply. അതാണ് ഒന്നാമത്തെ ഒരു ലക്ഷ്യം. ഇതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം എന്താ? അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ്? എന്താ ചെയ്യുന്നത്? ആംബിൾ. ആംബിൾ എന്ന് പറഞ്ഞാൽ മതിയാവോളം ആവശ്യത്തിനുള്ള സ്റ്റോക്ക് വേണം. സ്റ്റോക്ക് ഓഫ് റിക്വയർഡ് ഐറ്റം ഫോർ കണ്ടിന്യൂസ് സപ്ലൈ. തുടർച്ചയായിട്ട് ഹോസ്പിറ്റലിലേക്ക് വിതരണത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് ഉറപ്പുവരുത്തുക. അല്ലേ? ഇപ്പൊ നമ്മൾ ഓക്സിജൻ പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് വന്നു, ഒരു പേഷ്യന്റിന് ഓക്സിജൻ നമുക്ക് കൊടുക്കേണ്ട വരെയാണ്. ഓക്സിജൻ സിലിണ്ടർ, അതേ ഓക്സിജൻ കൊടുക്കേണ്ട വരെ അവിടെ ഓക്സിജൻ സിലിണ്ടർ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അത് തീർന്നു പോയെന്ന് പറയാൻ പറ്റുമോ? എമർജൻസി ഡ്രഗ്സ് ഇതൊക്കെ എപ്പോഴും ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അല്ലേ? മരുന്നുകൾ ഇതൊക്കെ അതില്ല എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ എല്ലാനും ഇതെല്ലാം ഹോസ്പിറ്റലിലെ ആ തുടർച്ചയായിട്ടുള്ള വർക്കിങ്ങിന് കണ്ടിന്യൂസ് ആയിട്ട് ആ സ്റ്റോക്കുകള് എന്ത് വേണം? മതിയായ സ്റ്റോക്ക് എപ്പോഴും വേണം. അല്ലെ? സ്റ്റോർ മാനേജ്മെന്റ് എന്നാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ പറയുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ ലക്ഷ്യം? എന്താ? ഉറപ്പുവരുത്തുന്ന അവര് ഇതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ത് ചെയ്യണ്ടേ? is to make sure that there is ample stock of required item for continuous supply. Clear അല്ലേ? ആ ഹോസ്പിറ്റലിലെ തുടർച്ചയായിട്ടുള്ള വിതരണത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക്, മതിയാവുമുള്ള സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി to keep away from scalpers. മിച്ചത്തിൽ നിന്ന് മാറ്റി നിർത്തുക. എന്നുവെച്ചാൽ ഒരുപാട് കൊണ്ടുവന്ന് വെക്കണ്ട, ആവശ്യത്തിനുള്ള സ്റ്റോക്ക് മതി. ആ മിച്ചം, സ്കാർപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മിച്ചം, ആ മിച്ചം വരുന്നത് അതിൽ നിന്ന് മാറ്റി നിർത്തുക. പിന്നെ ആൻഡ് ഹാവ് എ അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ്. അനുയോജ്യമായിട്ടുള്ള സ്റ്റോറേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈസി ഇറിറ്റബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. തിരിച്ചെടുക്കാനാവാത്ത വിധം. ഇറിറ്റബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ദ പോയിന്റ് ഓഫ് യൂസേജ് വെനെവർ നീഡഡ്. ആവശ്യമായിട്ടുള്ള സമയത്തെല്ലാം എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിതരണം. Then effective and efficient utilization of resource available. Efficient ആയിട്ടുള്ള, അല്ലെ, ഫലപ്രദമായിട്ടുള്ള, കാര്യക്ഷമമായിട്ടുള്ള, എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ്, ഫലപ്രദവും കാര്യക്ഷമമായിട്ടുള്ള റിസോഴ്സിന്റെ നമ്മള് യൂട്ടിലൈസേഷൻ. ഇങ്ങനെ effective and efficient utilization, ഉപയോഗപ്രദവും കാര്യക്ഷമവുമായിട്ടുള്ള ഉപയോഗം, യൂട്ടിലൈസേഷൻ of resources available. ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളുടെയും എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. ഇതൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഒബ്ജക്റ്റീവ്സ് എന്താ? ഒന്നാമത്തെ എന്താ? ഹോസ്പിറ്റലിലെ തുടർച്ചയായിട്ടുള്ള സപ്ലൈ, ഇതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ മിച്ചത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അനുയോജ്യമായിട്ടുള്ള സ്റ്റോറേജ് ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കണം. പിന്നെ
നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം എക്യുപ്മെന്റ്സിന്റെ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഡിസ്ട്രിബ്യൂഷൻ വിതരണം ഒബ്ജക്റ്റീവ്സ് ആണ്. ഇങ്ങനെ ചോദിക്കാം, which of the following is included in the objectives of materials management? അങ്ങനെ ചോദിക്കാലോ, which of the following is included in the objectives of materials management? താഴെ മേജർ ഒബ്ജക്റ്റീവ്സ് അവിടെ കൊടുക്കുന്നുണ്ട് കണ്ടോ, അതിന്റെ ഏത് ഓപ്ഷൻ ആണെന്ന് നോക്കാം. മേജർ ഒബ്ജക്റ്റീവ്സ് ഓഡ് 1 അല്ല അവിടെ ചോദിക്കാറ്. ഇങ്ങനെ വെറുതെ ഓഡ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാ നമ്മള് ഒബ്ജക്റ്റീവ്സ് തന്നെ ചോദിക്കാം കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ which of the following is not included in the objectives of materials management? ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി, ബൈ ചെയ്യേണ്ട നിങ്ങളത് ഇതെല്ലാനും. ഓക്കെ, അർജുൻ ഗോപാൽ എന്താ ചോദിച്ചേ? ഓഡ് 1 ആയിട്ടാണോ എന്ന് പറഞ്ഞത്? ഇതിനകത്ത് ഓഡ് 1 ഔട്ട് എന്നോ ചോദിച്ചു, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ക്വസ്റ്റ്യൻ ആണോ? ഇറിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത, തിരിച്ചെടുക്കാൻ കഴിയാത്ത. ഇൻക്ലൂഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ എല്ലാവരും ഇപ്പൊ 3 അല്ലേ, 4 ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് which of the following is included in the objectives of materials management എന്ന് പറഞ്ഞാൽ ചിലപ്പോ 3 നമുക്ക് 4ാമത്തെ ഓപ്ഷൻ all of the above തരാം. ചിലപ്പോ നമുക്ക് വേണമെങ്കിൽ 4 ഓപ്ഷനിൽ 3 വേറെ തരാം, ഒരെണ്ണം മാത്രമേ ഇതിനകത്ത്. ഇപ്പൊ നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് മാത്രമായിട്ടേ ചോദിക്കുള്ളൂ, ടെക്സ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് വേണമെങ്കിൽ എന്താ പറയാ, നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വേണമെങ്കിൽ തരാം. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണത് എഴുതാം. ഇനി നോട്ട് ഇൻക്ലൂഡഡ് എന്നാണെങ്കിലും തിരിച്ചെഴുതാനും നമ്മൾ പഠിക്കണം. ഇനി നോക്കിയേ, മേജർ ഒബ്ജക്റ്റീവ്സ് ആണ്, ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. മേജർ ഒബ്ജക്റ്റീവ്സ്, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണോ? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. 3 പോയിന്റ്, അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. നമുക്ക് എന്താണ്? ലാഭം പരമാവധിയാക്കണം. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലാഭം പരമാവധിയാക്കുക. മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, കോസ്റ്റ് കുറയ്ക്കുക. അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്, ആശുപത്രിയുടെ ലക്ഷ്യങ്ങൾ, ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ അറ്റൈൻ ചെയ്യുക, കൈവരിക്കുക. 3 എണ്ണാണ് മേജർ ഒബ്ജക്റ്റീവ്സ്. അതിനകത്ത് മേജർ ഒബ്ജക്റ്റീവ്സ് തന്നെയെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആണ്, അവിടെ ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെച്ചോ കേട്ടോ. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് മാക്സിമം ആക്കുക. മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, കോസ്റ്റ് കുറയ്ക്കുക. അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്, ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങള് കൈവരിക്കുക. 3 എണ്ണാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഏതിന്റെ? മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അത് 3ഉം അതുപോലെ തന്നെ പഠിച്ചു വെക്കാം. നിങ്ങൾ ഇനി ആ ടെക്സ്റ്റ് ഒന്നും നോക്കണം കേട്ടോ. ഈ ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് 2.5 പേജ് 3 പേജിനോളം ഒരു ദിവസം നമുക്ക് കവർ ചെയ്ത് പോകണം. എങ്കിലാണ് നിങ്ങൾക്ക് പറഞ്ഞ സമയത്ത് നമുക്ക് പോർഷൻസ് തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ പോലെ അല്ല, 3rd 4th മൊഡ്യൂളിൽ വരുമ്പോൾ മിസ്സന്മാരെ പോലെ ഇച്ചിരി കൂടി സ്പീഡിൽ എടുക്കും കേട്ടോ. അതായത് 2.5-3 പേജോളം നമുക്ക് ഒരു ദിവസം കവർ ചെയ്യണം. എന്നാലും സ്പീഡ് എന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോന്നിട്ടേ ക്ലാസ്സുകൾ പോരുള്ളൂ. എങ്കിലും ആദ്യത്തേതിനേക്കാളും ഇത്തിരി കൂടി ബുദ്ധിമുട്ടുണ്ട് 3rd 4th മൊഡ്യൂൾ വരുമ്പോൾ, ഫസ്റ്റ് സെക്കൻഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പൊ അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എടുക്കുന്ന കാര്യങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, കൃത്യമായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം വായിച്ചു വെച്ചേക്കുക. അപ്പൊ നമുക്കത് ഓർമ്മ കിട്ടിക്കോളും. വലിയ ചാപ്റ്റേഴ്സ് ആണ് ഇനി 3rd 4th മൊഡ്യൂളിൽ വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എന്തായാലും അത് അത്രയും നോക്കി തന്നെ വെക്കണം കേട്ടോ, വായിച്ച് തന്നെ വെക്കണം. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും അങ്ങനെയാണ്. കുറച്ച് 1-2 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ചെറിയ ചാപ്റ്റർ എന്ന് പറയും. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും 3rd 4th മൊഡ്യൂളിലെ എല്ലാ ടീച്ചർമാരും ഒക്കെ എത്തിയില്ലേ? നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ ഇത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, പുറമേക്കും കൂടിയുള്ള കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള സെക്ഷൻ ആണ് 3rd 4th വരുന്നത്. അതിനനുസരിച്ച് നിങ്ങളും കൂടി ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.